വീക്കെൻഡായിട്ട് എന്താ പരിപാടി? ഇവിടെ കപ്പയും മീനോ. കുറേ നാളായി നല്ല ഉടച്ച കപ്പയും മീൻകറിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഊണിന് കപ്പ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉടച്ച കപ്പയും ഒരു ആവോലി മീൻകറിയും കൂടെ അയല വറുത്തതും. എൻ്റെ വീട്ടിൽ കപ്പ വയ്ക്കുന്ന രീതിയേ അല്ല ഇത്. എൻ്റെ വീട്ടിൽ കപ്പ ഉടച്ചാൽ അതിൽ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും പിന്നെ കറിവേപ്പില ഇത് മൂന്നും കൂടെ ചതച്ചാണ് ഇടാറ്. കുറച്ച് മുളക് പൊടി ഇടും. അല്ലാതെ കടുവറുത്തോ അല്ലെങ്കിൽ താളിച്ചോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഈ കപ്പയിൽ ഞാൻ താളിച്ചാണ് ചേർത്തേക്കുന്നത്. ഇതും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല കുഞ്ഞനയല കിട്ടി. കുഞ്ഞനയലയ്ക്ക് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് അത് നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അധികം ഓയിലൊന്നും ഒഴിക്കില്ല, എന്നാൽ ഓയിലൊഴിച്ചുള്ള ഒരു അയല ഫ്രൈ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും പിന്നെ കുറച്ച് കായോ കറിവേപ്പിലയും ചേർത്താൽ നമ്മുടെ അയലക്കുള്ള മസാല റെഡിയായി. കുറച്ച് എണ്ണ കൂടി ഞാൻ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ചധികം സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. മീൻകറിയാണ് മെയിൻ. അപ്പം നമുക്ക് മീൻകറിയിലേക്ക് കിടക്കാം. ഈ മീൻകറിക്കും കുടംപുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുടംപുളി ഇട്ട മീൻകറിക്ക് ഡിമാൻഡുള്ളൂ. മീൻകറിയൊക്കെ ചട്ടി വെച്ചാലേ ടേസ്റ്റുള്ളൂ. ചട്ടിയില്ല, ക്ഷമിക്കണം. പകരം നമുക്ക് ഉള്ള പാത്രത്തിൽ മീൻകറി വയ്ക്കാം. അപ്പോൾ എങ്ങനെ? കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് കുഞ്ഞുള്ളി ഇടാം. കുഞ്ഞുള്ളി ഒന്ന് മൂക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് തക്കാളി ഇടാം. ഒരു കുഞ്ഞ് തക്കാളി ഇട്ടിട്ടുള്ളൂ. അത് നല്ലതുപോലെ ഒന്ന് വാടി എല്ലാം കൂടെ ഒരു മസാല പരുവാവട്ടെ. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല മസാലയാവും. നമ്മുടെ കപ്പയൊക്കെ നല്ലതുപോലെ ഊറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കിഴങ്ങെന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പയെന്നും കിഴങ്ങെന്നൊക്കെ വരും. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ മീൻകറിയിലേക്ക്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മസാലയെല്ലാം ഒന്ന് വാടി നല്ലതായി പച്ചമണമൊക്കെ പോയി. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി, ഞാൻ കുറച്ച് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ബോയിലാക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണെന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് കപ്പ കുഴയ്ക്കാനുള്ള പാത്രം വയ്ക്കാം. അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനിയൊന്നുമില്ല, ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച കപ്പ ഇടുക, നല്ല രീതിയിൽ അങ്ങ് ഉടച്ച് കൊടുക്കുക. നമ്മുടെ നല്ല കുഴഞ്ഞ കപ്പ റെഡി. നല്ല ടേസ്റ്റായി കപ്പയ്ക്ക്. നല്ല പുട്ടുള്ള കപ്പയായിരുന്നു ഇത്. കപ്പ റെഡിയായി. ഇനി നമുക്ക് കപ്പ മാറ്റി അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മീൻകറിയിലേക്ക് പോവാം. മീൻകറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആവോലി മീൻ ഇടാം. ഇത് കറുത്ത ആവോലിയാണ്. അത് നല്ല തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി നല്ല സ്ലൈസ് ആക്കിയതാണ്. ഇതിനി നല്ലതുപോലെ നമ്മുടെ ഈ മസാലയിൽ കിടന്ന് വറ്റി ആ പുളിയും എരിവും ഒക്കെ പിടിച്ചൊന്ന് വരണം. അപ്പോഴത്തേക്കും ഫിഷ് കറി റെഡി. ഇവിടെ നല്ല ചൂടാണ്. ചൂട് സമയത്ത് ലഞ്ച് ഉണ്ടാക്കുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. എന്നാലും ഫിഷ് ഫ്രൈയും കൂടെ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അടുത്തത് ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയാണ് ആദ്യം ഇട്ടത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ മസാലയൊക്കെ പുരട്ടി സെറ്റായി ഇരിക്കുന്ന അയല വെച്ച് നല്ലതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൊരിയിച്ചെടുക്കാം, അല്ലാതെ കുറച്ച് സോഫ്റ്റായിട്ടും എടുക്കാം. എനിക്കിത് മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. എന്നാലേ ആ ഒരു പഞ്ച് കിട്ടുള്ളൂ. പിന്നെന്താ, നമ്മുടെ അയല ഫ്രൈ അങ്ങനെ വേഗം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടോ. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചിരിപ്പിച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് വെച്ചിരുന്നാൽ നമ്മുടെ മീൻകറി റെഡി.
ഇത് കുറച്ച് കഴിഞ്ഞ് കഴിക്കാനാണ് ടേസ്റ്റ്. പക്ഷെ ക്ഷമയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ കഴിക്കും. അപ്പോൾ ഇനി ഊണ് വിളമ്പാം. ചോറില്ല ഇന്ന്, കപ്പ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച നല്ല കപ്പയും അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പൊരിച്ച് വെച്ച അയലയും പിന്നെ നല്ല ആവോലി പുളിയും എരിയൊക്കെയുള്ള മീൻകറിയും, ഇത് മൂന്നും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടംപുളി ഇട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്.